മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ദിവസം നീലേശ്വരത്ത് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ വീട്ടിലാണ് താമസിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. നല്ലൊരു ഡോക്ടർ, സമർപ്പണ ഭാവത്തോടുകൂടി സ്വന്തം ഒരു ഗ്രാമീണ ആശുപത്രി നടത്തുന്ന ഒരു ഡോക്ടർ. കണ്ണാണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷൻ. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് മെയിൻ റോഡിൽ നിന്ന് കുറേ ഉള്ളിലേക്ക് ഒരു കുഗ്രാമത്തിലാണ് അദ്ദേഹത്തിന്റെ കണ്ണാശുപത്രി ഉണ്ടായിരുന്നത്. വൈകുന്നേരം അദ്ദേഹമായിട്ട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഈ കണ്ണ് ചികിത്സയിൽ നടക്കുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും മുഴുവനും പറഞ്ഞത്. ഓരോ കണ്ണാശുപത്രിയും ഓരോ ആശുപത്രിയും ധാരാളം ഐ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ആ ഐ ക്യാമ്പുകളിൽ അവർ ഫ്രീ ആയിട്ട് നടത്തുന്നു എന്ന് പറയുമ്പോഴും ആ രോഗികൾക്ക് കൗൺസിലിംഗ് ഉപദേശം കൊടുത്ത് നിങ്ങൾ കണ്ണ് സർജറി നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെടും, നിങ്ങൾ ഈ മരുന്ന് കണ്ണിന് ഒഴിച്ചില്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടും, നിങ്ങൾക്ക് കണ്ണിന് ഇന്ന പ്രോബ്ലം ഉണ്ട്, അതിന് ഇന്ന ട്രീറ്റ്മെന്റ് വേണം, അത് തിമിര കാറ്ററാക്ട് ശസ്ത്രക്രിയ നടത്തേണ്ട ആവശ്യമില്ലാത്തതിൽ പോലും ലയൺസ് ക്ലബിന്റെയും റോട്ടറി ക്ലബിന്റെയും എല്ലാം സ്പോൺസർഷിപ്പിലൂടെ ടാർഗറ്റ് എത്തിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത നൂറുകണക്കിന് രോഗമില്ലാത്തവരുടെ കണ്ണ് ഓപ്പറേറ്റ് ചെയ്യുക, എന്നിട്ട് വേണ്ടാത്ത മരുന്നുകൾ കൊടുക്കുക, ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ഓപ്പറേഷൻ കെയർ ഇല്ലാത്ത രീതിയിൽ അവരെ വീട്ടിൽ കൊണ്ടാക്കുക, നേരത്തെ അവർക്കുള്ള ദുരിതത്തെക്കാൾ കൂടുതൽ ദുരിതമുണ്ടാക്കി വയ്ക്കുക, ഫ്രീ ഐ ക്യാമ്പ് എന്ന് പറയുകയും അതിൽ ഓരോന്നിനും 3000, 5000, 8000 രൂപ സ്പോൺസർ ചെയ്യുന്നവരിൽ നിന്ന് മേടിക്കാം, മരുന്ന് കമ്പനിയിൽ നിന്ന് കമ്മീഷൻ മേടിക്കാം, ഓരോ ടാർഗറ്റ് ഓരോ ക്ലബ്ബുകാർ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്, മുനിസിപ്പാലിറ്റി വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ IMA വെച്ചിട്ടുണ്ടാവും. അവരിൽ നിന്ന് കാശ് വാങ്ങിക്കാനായിട്ട് ഇതുപോലെയുള്ള ഒരു സർജറിയും ആവശ്യമില്ലാത്ത, ഒരു മരുന്നും ആവശ്യമില്ലാത്തവർക്ക് സർജറി നടത്താം, മരുന്ന് നടത്താം. ഇത് കേരളത്തിലെമ്പാടും ഭാരതത്തിലെമ്പാടും ഏറ്റവും കോമൺ ആയിട്ട് തീർന്നിരിക്കുന്ന ഒരു വസ്തുതയാണ്. അദ്ദേഹം പറയേണ്ടായി, ഏറ്റവും പവിത്രമായി ഈ കണ്ണ് ശസ്ത്രക്രിയയും ചികിത്സയും നടത്തുന്ന കേരളത്തിനകത്തെയും പുറത്തെയും പവിത്രമെന്ന് കരുതിയിരുന്ന ആശുപത്രികൾ പോലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെയും ഇന്റർനാഷണൽ റോട്ടറി ക്ലബിന്റെയും റോട്ടറാക്ട് ക്ലബിന്റെയും ലയൺസ് ക്ലബിന്റെയും എല്ലാ സ്പോൺസർഷിപ്പും ഉണ്ട്. ആയിരക്കണക്കിന് ശസ്ത്രക്രിയ നടത്തി അതിൻ്റെ എല്ലാം ഫോട്ടോയും ഡോക്യുമെന്റും കയ്യൊപ്പിട്ട ആ ഡോക്യുമെന്റും എല്ലാം സമർപ്പിച്ച് കോടിക്കണക്കിന് രൂപ വാങ്ങിക്കുന്നു എന്നുള്ളത് ഒരു വശം. എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുള്ളത്, ഞാൻ കോയമ്പത്തൂര് പോയപ്പോൾ 2-3 ഫ്രീ സർവീസ് ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് കണ്ണ് ചികിത്സ നടത്തുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ആ ഡോക്ടർമാരെയൊക്കെ ഞാൻ 2 കൈയും കൂപ്പി തൊഴുന്നുണ്ടായിരുന്നു. ജീവിതം മുഴുവനും ഇങ്ങനെ ഒരു മഹായജ്ഞത്തിന് വേണ്ടി മാറ്റിവെച്ചവരായതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്, അതിനോടൊന്നും എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ കണ്ണ് ഡോക്ടർ, ഐ സ്പെഷ്യലിസ്റ്റ് എന്നോട് പറയുകയുണ്ടായി, കേരളത്തില് ഭാരതത്തില് ധാരാളം കണ്ണാശുപത്രികളിലേക്ക് വിദേശത്തെ ഡോക്ടർമാര് സർവീസിനെന്ന് പറഞ്ഞു വരാറുണ്ട്. ആ ഡോക്ടർമാര് സർവീസ് ചെയ്യുമ്പോൾ രോഗികൾക്കൊക്കെ ഭയങ്കര അഭിമാനവുമാണ്. കാരണം ഇന്ന ആശുപത്രിയിൽ ഇന്ത്യക്കാർ മാത്രമല്ല വിദേശത്തെ ഡോക്ടർമാരും ഉണ്ട് എന്ന അഭിമാനമാണ്. അപ്പോൾ വിദേശത്തുള്ളവർ ഫ്രീ സർവീസ് ചെയ്യാനും ചാരിറ്റി വർക്ക് ചെയ്യാനുമായിട്ടാണ് ഈ ആശുപത്രിയിലേക്ക് വരുന്നതെന്ന് ഞാനും ധരിച്ചിരുന്നു അവരെയൊക്കെ കണ്ടപ്പോൾ. പക്ഷെ അത്ഭുതകരമായ വസ്തുത, ഈ ഡോക്ടർ പറയുകയുണ്ടായി, വിദേശത്തുള്ളവര് ഇന്ത്യയിൽ
വിവിധ ഭാഗങ്ങളിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഐ ഹോസ്പിറ്റലിൽ വരുന്നതെല്ലാം ഈ പാവപ്പെട്ടവരുടെ കണ്ണ് ഓപ്പറേറ്റ് ചെയ്തിട്ട് ട്രെയിനിങ് കിട്ടാനാണ്. അവിടെ അമേരിക്കയിൽ ഒഫ്താൽമോളജി പഠിക്കുന്ന ഡോക്ടർക്ക് അമേരിക്കയിലുള്ളവരുടെ കണ്ണ് ഓപ്പറേറ്റ് ചെയ്ത് ട്രയൽ ആൻഡ് എറർ നടത്താൻ സാധിക്കില്ല, ട്രെയിനിങ് ലഭിക്കില്ല. അങ്ങനെ ഇതുവരെ ഓപ്പറേഷൻ നടത്താത്ത ഒരു ഡോക്ടർ അമേരിക്കക്കാരനിൽ ഓപ്പറേഷൻ നടത്തിയിട്ട് പരിശീലനം ലഭിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്കാരെ അനുവദിക്കില്ല. എൻ്റെ കണ്ണ് തൻ്റെ ഓപ്പറേഷൻ പഠനത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഒരു അമേരിക്കക്കാരനെ എഴുതി കൊടുക്കില്ല. അപ്പോ ഇന്ത്യയിൽ വന്ന് ഈ പാവപ്പെട്ട വ്യക്തികളുടെ കണ്ണ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫോറിനേഴ്സ് അവരുടെ ഓഫ്താൽമോളജി പഠനത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാരിൽ നടത്തുന്ന എക്സ്പെരിമെന്റ് ആണ്. കണ്ണിന്റെ കാഴ്ച പോയാൽ പോയി, ഓപ്പറേഷൻ കഴിഞ്ഞ് അന്ന് വൈകുന്നേരമോ അടുത്ത ദിവസമോ അവർ വീട്ടിലാക്കും. അത് കഴിഞ്ഞ് ആ കണ്ണിന് വേണ്ടതായ മരുന്ന് കൊടുക്കുകയോ അതിനുശേഷം അവരുടെ കണ്ണിന്റെ അവസ്ഥ എന്താണെന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാതെ വെറുതെ ശരിക്ക് അവരെ പറ്റിക്കുകയാണ് വൻകിട ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് ഈ കണ്ണ് ഡോക്ടർ പറഞ്ഞു. മാത്രമല്ല ഈ ഐ സ്പെഷ്യലിസ്റ്റ് പറയേണ്ടായി, ആ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ആശുപത്രികളിലെല്ലാം 3-4 വർഷം വർക്ക് ചെയ്ത ആളാണ് അദ്ദേഹം. അവിടെ നടക്കുന്ന ക്രൂരമായ വിദേശികൾക്ക് വേണ്ടി പാവപ്പെട്ടവരുടെ ട്രെയിനിങ് അതുകൂടി കേട്ടപ്പോൾ എനിക്ക് ദുഃഖമാണ് തോന്നിയത്. മാത്രമല്ല ഈ പാവപ്പെട്ടവര് കണ്ണിന് വേദനിക്കുന്നു, ചൊറിയുന്നു എന്ന് പറഞ്ഞ് ഡോക്ടറുടെ അടുത്ത് വന്നാൽ ഭാവിയിൽ പ്രശ്നം ഉണ്ടാവുന്നത് ഇപ്പൊ തന്നെ ഒഴിവാക്കാൻ ഒരു ഫോം ഫുള്ളായിട്ട് എഴുതി മേടിച്ച് ഒപ്പിട്ട് മേടിച്ച് വേണ്ടാത്ത സർജറി നടത്തിയിട്ട് അയാളുടെ പേരിൽ 8,000-10,000 മേടിക്കുന്നത് മാത്രമല്ല അയാളുടെ സർജറി ഒരു വെളുത്ത എലിയോ ഗിനി പിഗോ പരീക്ഷണത്തിനുള്ള ഒരു ഉപകരണമായി മാറുകയാണ്. അതെല്ലാം ഈ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതുവരെ ചാരിറ്റബിൾ ട്രസ്റ്റില് ചാരിറ്റി വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ ആ ചിത്രം എൻ്റെ മുമ്പിലൂടെ കടന്നുപോയപ്പോ പലരുടെയും മുമ്പിൽ ഈശ്വര കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുന്നൊരു മഹായജ്ഞത്തിന് ദൈവം നിങ്ങളെ നിയോഗിച്ചല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തൊഴുതു നിൽക്കുന്നത് എത്ര അബദ്ധമായി എന്ന് മനസ്സിലാവുന്നത്. എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണെന്ന് പറയണില്ല. പക്ഷേ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, പല ലയൺസ് ക്ലബിന്റെയും റോട്ടറി ക്ലബിന്റെയും സ്റ്റാലിയൻസ് ക്ലബിന്റെയും വൈസ്മെൻസ് ക്ലബിന്റെയും അതുപോലെ തന്നെ ഫോർഡ് ഫൗണ്ടേഷന്റെയും ഒക്കെയാണെന്നാണ് പറഞ്ഞത്. അവരെല്ലാം 1000-10,000 ഐ സർജറി, കാറ്ററാക്ട് സർജറി നടത്താനായിട്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്യണം. ആ 10,000 പേരുടെ സർജറി നടത്തി കഴിഞ്ഞാൽ റിപ്പോർട്ട് കൊടുത്താൽ അടുത്ത 10,000 പേർക്കുള്ള പൈസ അവർ റിലീസ് ചെയ്യും. ആ 10,000-ല് കണ്ണിന് ഒരു കുഴപ്പമില്ലാത്തവരുടെ സർജറി ഉൾപ്പെടെ പെടുന്നുണ്ട്. അതായത് കാശുണ്ടാക്കാൻ, എണ്ണം തികയ്ക്കാൻ വേണ്ടി മാത്രം ഇത് സംഭവിക്കുന്നു എന്ന് ശരിക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തില് ഈ ഡോക്ടർ പറഞ്ഞപ്പോ നമ്മുടെ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ് ഓർമ്മ വന്നത്. എനിക്കത് എത്ര ആലോചിച്ചിട്ടും നമ്മളൊക്കെ ബഹുമാനത്തോടുകൂടി ഡോക്ടർ വരുന്നു എന്നും പറഞ്ഞ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ ആലോചിച്ചു, എൻ്റെ ഭാര്യയ്ക്ക് TB ആണെന്ന് പറഞ്ഞ ഈ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഡോക്ടർ മരുന്ന് തന്നു. ഒരു മാസം ആ മരുന്ന് കഴിച്ചപ്പോൾ 2 പ്രാവശ്യം ഫിറ്റ്സ് വന്നു. എന്നിട്ട് ഞാൻ വൈഫിനെ കുറേ ദിവസമായിട്ട് കാണിക്കുന്ന നല്ലൊരു ഡോക്ടറുണ്ട്, നല്ലോണം കാശ് മേടിക്കുന്ന ആളാണ്, എന്നാലും നല്ല ഡോക്ടറാണ്. ആ ഡോക്ടറുടെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വല്ല ഡോക്ടറും വല്ലതും പറഞ്ഞു എന്ന് പറഞ്ഞു വല്ല മരുന്നൊക്കെ കഴിക്കല്ലേ, എന്നോട് പറയാതെ കഴിക്കല്ലേ എന്നൊരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. സത്യാത് PRSലെ പ്രഗത്ഭനായിട്ടുള്ള ന്യൂറോളജിസ്റ്റ് പറഞ്ഞത്, വല്ല ഡോക്ടറും വല്ലതും പറഞ്ഞു എന്ന് പറഞ്ഞു വല്ലതും ഒക്കെ കഴിക്കല്ലേ എന്നോട് പറയാതെ. ഈ ഒരു വരിയാണ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി പ്രൊഫസറായിട്ടുള്ള ആ വ്യക്തി പറഞ്ഞത്. ഇപ്പൊ സംഭവിക്കുന്നത് അതാ, പല ഡോക്ടർമാരും മെഡിസിന്റെ കമ്മീഷൻ മേടിക്കാൻ, സർജറിയുടെ കമ്മീഷൻ മേടിക്കാൻ, ആശുപത്രിയുടെ ടാർജറ്റ് എത്തിക്കാനായിട്ട്. ഏതായാലും ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഉണ്ടായ അനുഭവങ്ങളെല്ലാം കൂടി
പിന്നീട് വിവരിക്കുന്നുണ്ടാവും. എന്തായാലും നമ്മൾ ഈ കണ്ണ് കാഴ്ച കാണിക്കുന്ന, കാഴ്ച കൊടുക്കുന്നവരുടെയൊക്കെ ആ എന്താ പറയുക, ദാനസദൃശമായ ധന്യമായ പ്രവൃത്തിയുടെ പുറകിലെല്ലാം തന്നെ അല്ലെങ്കിലും 95% തട്ടിപ്പും വെട്ടിപ്പും എണ്ണം തികയ്ക്കലും ഒരു രോഗവും ഇല്ലാത്തവനെ രോഗിയാക്കി മാറ്റലുമാണ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾ ഈ പരീക്ഷണത്തിനുള്ള ഉപകരണമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ നല്ല ഡോക്ടർമാരെ കാര്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വല്ല അസുഖമുണ്ടെങ്കിൽ മാത്രം ചികിത്സിക്കുക. സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോകാതിരിക്കുക. വലിയവൻ എന്ന ഒരു ഡോക്ടർ ഇപ്പൊ ഇല്ല. എല്ലാം ലണ്ടനിലേക്കുള്ള ടിക്കറ്റും ദുബായിലേക്കുള്ള ടിക്കറ്റും സിംഗപ്പൂരിലേക്കുള്ള ടിക്കറ്റും സ്വർണ്ണ ചെയിനും അല്ലെങ്കിൽ ലാൻഡും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റും ഫ്ലാറ്റും എല്ലാം വാങ്ങിക്കുന്ന ഡോക്ടർമാരാണ്. ആശുപത്രിക്കുള്ള ടാർജറ്റ് തികയ്ക്കാൻ വേണ്ടതിനും വേണ്ടാത്തതിനും സർജറിയും, വേണ്ടതിനും വേണ്ടാത്തതിനും മരുന്നും, വേണ്ടതിനും വേണ്ടാത്തതിനും ആശുപത്രിയിൽ കിടത്തലും എല്ലാം ചെയ്യുന്ന ഒരുപക്ഷെ ഏറ്റവും വലിയ മഹാഭാവികളാണ് കുറെ അധികം ഡോക്ടർമാർ. എല്ലാ ഡോക്ടർമാരുമാണെന്ന് പറയുന്നില്ല, കുറെ അധികം ഡോക്ടർമാർ. അതിൽ പഴയ ഡോക്ടർമാരെന്നോ പുതിയ ഡോക്ടർമാരെന്നോ ആത്മീയതയും വേദവും പഠിച്ച ഡോക്ടർമാരെന്നോ പഠിക്കാത്ത ഡോക്ടർമാരെന്നോ ഒരു വ്യത്യാസമില്ല. എല്ലാം ചീറ്റിങ്ങിന്റെ ക്ലൈമാക്സ്. അവരുടെ കഥകൾ കേൾക്കുമ്പോൾ ശരിക്കും നമ്മുടെ മന്ത്രിമാരും MLA മാരും കോടികൾ വാരുന്നുണ്ടെങ്കിലും അതിനുവേണ്ടി തന്നെ പോയവരാണല്ലോ. അവരിതിനേക്കാളും ഭേദമാണെന്ന് വരെ തോന്നുന്നു. ജസ്റ്റിന്റെ അനുഭവം ഇനിയും പങ്കുവെക്കാനുണ്ട്, പങ്കുവെക്കാം. പ്രണാമം, നമസ്കാരം.